الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ, രാപകലുകളിൽ, എല്ലാ നിമിഷങ്ങളിലും നമുക്ക് വച്ചിരിക്കുന്ന വലിയ ഒരു ഭാഗ്യം, അത് വളരെ വിലപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വത്തെ നേടിയെടുത്തവർക്ക് ഇനിയും നേടാനുള്ള സൗഭാഗ്യങ്ങൾ അല്ലാഹു വച്ചിരിക്കുന്നു. മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു തആല വച്ചിരിക്കുന്നു. അവസാനത്തെ 10 മുഴുവനും അല്ലാഹു തആല നരകത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ അടിമകളെ മോചിപ്പിക്കാനുള്ള സമയമായി വച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് അല്ലാഹു തആല മോചിപ്പിക്കുകയാണ് ഈ ദിവസങ്ങളിൽ. എത്ര പേരെയാ മോചിപ്പിക്കുന്നത്? അല്ലാഹു ആലം, കണക്കില്ല. അല്ലാഹു തന്നെ അതിൻ്റെ ഒരു കണക്കൊന്നും പറഞ്ഞിട്ടുമില്ല. അല്ലാഹുവിൻ്റെ അടിമകളിൽ ആർക്ക് വേണമെങ്കിലും അല്ലാഹുവിനോട് ആ മോചനം തേടാം. അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭ്യമായാൽ അവൻ നരകത്തിൽ നിന്ന് മോചിതനാവുകയും ചെയ്യും. നരകത്തിൽ നിന്ന് മോചിതനാവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമാണെന്ന് ഓരോ മനുഷ്യരും സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകുന്നത്. നരകത്തിൽ പോകാനുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് നാം ചെയ്തു കൂട്ടുന്നത്. നരകത്തെ നിർബന്ധമാക്കുന്ന എത്രയോ കാര്യങ്ങളിൽ നമ്മൾ പോയി പെട്ടുപോകുന്നു. ഇതൊക്കെ സ്വയം നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നരകത്തിന് അർഹരായി പോയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച്. ചിലപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ അവർ ചോദിക്കാതെ തന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അല്ലാഹുവിൻ്റെ അനുഗ്രഹം. അങ്ങനെ റമളാനിന്റെ അവസാനത്തെ 10 ദിവസവും രാവും പകലും മുഴുവൻ സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ, അവന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന സമയമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം ആരംഭത്തിൽ ചൊരിയുന്നു. മധ്യത്തിൽ മനുഷ്യൻ ചെയ്തുപോയ, റമളാനിന്റെ മധ്യഭാഗമാകുമ്പോൾ മനുഷ്യൻ ചെയ്തുപോയ തെറ്റുകളെയെല്ലാം അല്ലാഹു തആല അവന്റെ കരുണ കൊണ്ട് വിശാലമായ കാരുണ്യത്തിൽപ്പെടുത്തി പുറത്തു കൊടുക്കുന്നു. അവസാനത്തെ 10 ആകുമ്പോൾ അല്ലാഹു തആല കൂട്ടമായി അല്ലാഹുവിന്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. എന്തൊരു ഭാഗ്യമാണ്! ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളുടെ പേരിൽ നരകം നിർബന്ധമായി പോയ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമളാനിന്റെ ഈ ദിവസങ്ങളിൽ, സമയങ്ങളിൽ ഒരു പകരവുമില്ലാതെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഇതെത്ര വലിയ അനുഗ്രഹമാണ്! എന്നാൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട നാം റമളാനിന് ശേഷം നമ്മളുടെ ജീവിതത്തെ വീണ്ടും അലങ്കോലപ്പെടുത്തി തെറ്റുകളിൽ, പാപങ്ങളിൽ മുഴുകി വീണ്ടും നമ്മൾ നരകത്തിലേക്ക് പോകാൻ കാരണക്കാരാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഭാഗ്യം നൽകിയാൽ അടുത്ത വർഷവും റമളാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ പെടുന്നു. സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കാം, നരകത്തിൽ നിന്നും അല്ലാഹു തആല മോചിപ്പിച്ചവരുടെ കൂട്ടത്തിൽ പെട്ടാൽ പിന്നെ നമ്മൾ ഭാഗ്യവാന്മാരായല്ലോ, പിന്നെ ജീവിതത്തിൽ വേറെ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ സ്വർഗവാസികളായി പോയല്ലോ, നരകത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ പിന്നെ സ്വർഗമല്ലേ, അതുകൊണ്ട് സ്വർഗാവകാശി ആയി പോയല്ലോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ശരിയാണ്. പിന്നെ അവന്റെ ജീവിതവും അങ്ങനെ തന്നെ ആയിരിക്കണം. അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈ റമളാനിൽ. പക്ഷെ റമളാൻ കഴിഞ്ഞതു മുതൽ നമ്മൾ വീണ്ടും പാപത്തിലേക്ക് മടങ്ങി. അല്ലാഹു നൽകിയ ഈ അനുഗ്രഹത്തെ, അതിന് മതിപ്പ് കൽപ്പിക്കാനും വില കൊടുക്കാനും തയ്യാറാകാതെ അല്ലാഹുവിങ്കിൽ നിന്നും കിട്ടിയ ഈ അനുഗ്രഹത്തെ നമ്മൾ നഷ്ടപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് വീണ്ടും പോകുന്നത് എങ്കിൽ നമ്മൾ വലിയ നഷ്ടവാളികളാകും, വലിയ ഭാഗ്യം കെട്ടവരാകും. അപ്പൊ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഈ അവസരം നമുക്ക് ലഭിക്കുമ്പോൾ നാം അല്ലാഹുവിനോട് ദുആ ചെയ്ത് നരകത്തിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി ശ്രമിക്കുകയും ആ കൂട്ടത്തിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജോലി, റമളാൻ കഴിഞ്ഞാൽ നമ്മളുടെ ജോലി ഈ റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആ ഊർജം,
അടുത്ത റമദാൻ വരെ നമ്മളെ തെറ്റുകളിൽ നിന്ന് തടയുന്നതും നന്മകളിലേക്ക് പ്രേരിപ്പിക്കുന്നതുമാകണം. അതാണ് റമദാനിൽ നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന നാം നേടാനുള്ള ഭാഗ്യം. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളിൽ തഖ്വായുടെ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു പറഞ്ഞത്. റമദാനിന്റെ നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു തആല അതിൻ്റെ നമുക്കുണ്ടാകേണ്ട ഗുണത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങളിൽ തഖ്വായുടെ ജീവിതം ഉണ്ടാകും. അഥവാ റമദാനിൽ മാത്രമല്ല, റമദാനിൽ നാം കരസ്ഥമാക്കുന്ന ഊർജം കൊണ്ട് 11 മാസവും അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധ്യമാകണം. അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ തെറ്റുകളിലേക്ക് പോയി വീണ്ടും പാപികളായിട്ട് മാറും. അതുകൊണ്ട് ഈ സമയം നമ്മൾ പ്രത്യേകമായ നിലയിൽ ഉപയോഗപ്പെടുത്തുക, റമദാൻ തീരുന്നത് വരെ. റമദാൻ തീർന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുന്ന അന്ന് രാവ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സമ്മാനം നൽകുന്ന രാവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രാവിനെ കുറിച്ച് പറഞ്ഞത് ലൈലത്തുൽ ജായിസ, സമ്മാനം നൽകുന്ന രാവ്, അഥവാ പെരുന്നാളിൻ്റെ രാവ്. റമദാൻ പൂർത്തിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്ക് വലിയ സന്തോഷത്തിൻ്റെ ഭാഗ്യം നൽകിയിരിക്കുകയാണ്. സന്തോഷം, സമാധാനം, പരസ്പരമുള്ള സഹകരണം, എല്ലാവരുമായിട്ടുള്ള ബന്ധം, പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക, നന്നാക്കുക, പരസ്പരം സ്നേഹത്തിലാവുക, ആ നിലയ്ക്ക് ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുകയും വിശുദ്ധ റമദാനിൻ്റെ നോമ്പും ഇബാദത്തുകളുമായിട്ട് ശുദ്ധിയാക്കിയ ആ തെളിഞ്ഞ നിർമ്മലമായ മനസ്സോടുകൂടി, ഹൃദയത്തോടുകൂടി നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകൾക്കിടയിലേക്ക് ഇറങ്ങി നമ്മൾ അടുത്ത റമദാൻ വരെയും നമ്മളുടെ ഈ ഹൃദയത്തിൻ്റെ പ്രകാശം കാത്തു സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുന്നവരായി നമ്മൾ മാറുക. അങ്ങനെ ആകാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 30 ദിവസം നമുക്ക് നൽകിയ ഈ വിശുദ്ധ റമദാനിൻ്റെ ഇബാദത്തുകൾ പൂർത്തിയാക്കിയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സമ്മാനം. എന്താണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന സമ്മാനം? അതിനെക്കുറിച്ച് എന്താണെന്നുള്ളതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. കാരണം സമ്മാനം നൽകുന്നത് അള്ളാഹുവാണ്. അള്ളാഹു അവൻ്റെ അടിമകൾക്കാണ് നൽകുന്നത്. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അവൻ്റെ ഇബാദത്തുകൾ നിർവഹിച്ച അള്ളാഹുവിൻ്റെ അടിമകൾക്കാണ് സമ്മാനം നൽകുന്നത്. പെരുന്നാൾ സുദിനത്തിലാണ് സമ്മാനം നൽകുന്നത്. അങ്ങനത്തെ സമ്മാനത്തെക്കുറിച്ച് അളവ് അള്ളാഹു പറയാത്തപ്പോൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ വിവരിക്കാത്തപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നമ്മളുടെ ഊഹങ്ങളൊന്നും എത്താത്ത തരത്തിലുള്ള ഉയർന്ന സമ്മാനങ്ങളായിരിക്കും അള്ളാഹു നൽകുക. ആ സമ്മാനം നേടുന്ന ആളുകളെയാണ് പിറ്റേ ദിവസം പെരുന്നാൾ നമസ്കാരത്തിന് വരുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വഴി നീളെ കാവൽ നിർത്തി ഇവരെ സംബോധന ചെയ്യുകയും ഇവർക്ക് സലാം പറയുകയും ഇവരോട് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി, അത് കണ്ട് ആനന്ദിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മലക്കുകളെ ഇവർ പോവുകയും വരികയും ചെയ്യുന്ന വഴികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിക്കുന്നത്. നാം പെരുന്നാൾ നമസ്കാരത്തിനായി ഒരുങ്ങി പോകുമ്പോൾ നമ്മളെ മലക്കുകൾ സ്വാഗതം ചെയ്യുന്നു. പോകുന്ന വഴിയിൽ, തിരിച്ചു വരുന്ന വഴിയിൽ. നമസ്കാരമെല്ലാം നിർവഹിച്ച് നാം അവിടെ നിന്ന് ദുആ കഴിഞ്ഞ് പിരിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമുണ്ടാകുന്നു, എൻ്റെ ദാസന്മാരെ, നിങ്ങൾ എല്ലാവരും പാപങ്ങൾ പൊറുക്കപ്പെട്ട് മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാക്കപ്പെട്ട് നിർമ്മല ഹൃദയത്തിൽ പാപത്തിൻ്റെ കറകളെല്ലാം കഴുകി ശുദ്ധിയാക്കപ്പെട്ട് നിങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായ നിലയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിക്കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രഖ്യാപനമുണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശരിയായ നിലയിൽ അനുസരിച്ച് റമദാൻ പ്രയോജനപ്പെടുത്തിയവർക്കുണ്ടാകുന്ന നേട്ടങ്ങളാണ്. ഈ നേട്ടം നേടിയെടുക്കുന്നതിനുള്ള അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടേണ്ട സമ്മാനം ശരിയായ നിലയിൽ വാങ്ങിയെടുക്കുന്നതിനുള്ള ഒരു പ്രവൃത്തിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. നിങ്ങൾക്ക് സമ്മാനം വാങ്ങാൻ നിങ്ങൾ തയ്യാറായിരിക്കുകയാണല്ലോ. നിങ്ങൾക്ക് സമ്മാനം വലുത് കിട്ടുമെങ്കിൽ ആ സന്തോഷത്തിൽ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. അതിനാണ് പെരുന്നാൾ രാവാകുമ്പോൾ റമദാനിൻ്റെ നോമ്പ് വ്രതം പൂർത്തിയാക്കിയതിന് ശേഷം ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കും. ഫിത്ർ എന്ന് പറഞ്ഞാൽ നോമ്പ് തീരുക, നോമ്പ് മുറിക്കുക എന്നാണ്. ഒരു മാസത്തെ നോമ്പിൻ്റെ
അവസാനം അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ എത്തി. ഇനി നോമ്പ് പൂർത്തിയായി മുറിച്ച് ഒഴിവാകുന്ന സന്ദർഭമാകുമ്പോൾ മാസം മുഴുവനുമുള്ള നോമ്പ് പൂർത്തിയാക്കാനും ഇബാദത്തുകൾ ചെയ്യാനുമുള്ള ഭാഗ്യം അള്ളാഹു നൽകി. ഇനി നാം അതിനെ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അത്രയും വലിയ ഒരു സൗഭാഗ്യമുള്ള സന്ദർഭവും അവസരവും അള്ളാഹു നൽകിയല്ലോ എന്ന സന്തോഷത്തിൽ അള്ളാഹുവിൽ നിന്ന് സമ്മാനം നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ ആ സമ്മാനം ഏറ്റെടുത്ത് ആ സമ്മാനം നേടിയതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് ഉപകാരം ചെയ്യുക, അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കരുണ ചെയ്യുക, സാധുക്കളെ സംരക്ഷിക്കുക, അനാഥകളെ സംരക്ഷിക്കുക, അഗതികളെ സംരക്ഷിക്കുക, സാധുക്കൾ നിവൃത്തിയില്ലാത്ത ആളുകൾക്ക് അന്ന് പെരുന്നാളിന് സന്തോഷിക്കാനുള്ള വകകൾ ധാരാളമായി നമ്മൾ കൊടുത്ത് അവർക്കാവശ്യമായ വസ്തുക്കൾ കൊടുത്തവരെ സന്തോഷിപ്പിക്കുക. അതിലേറ്റവും പ്രധാനമായത് ആഹാരമാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം നോമ്പിൽ കഴിഞ്ഞുകൂടിയതുപോലെ ആരും കഴിയരുത്. എല്ലാവരും സുഭിക്ഷമായ നിലയിൽ ആഹാരം കഴിച്ച് സന്തോഷിക്കുന്നവരാകണം എന്നതിൻ്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് റമളാനിൻ്റെ അവസാന ദിവസം തീർന്ന് പെരുന്നാൾ പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അവർക്കും അവരുടെ ചെലവിൽ കഴിയുന്ന, അവരുടെ കീഴിൽ കഴിയുന്ന ആളുകൾക്ക് മുഴുവനും ചേർത്ത്, ചെറിയ മക്കൾ, ഭാര്യ, അതുപോലെ അവരുടെ ചെലവിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ചേർത്ത് ഓരോരുത്തരും, അങ്ങനെ ആരുമില്ലെങ്കിൽ അവർ സ്വന്തമായ നിലയിൽ അവരുടെ ഫിത്ർ സക്കാത്ത് നിർവഹിച്ചിട്ട് വേണം പെരുന്നാൾ നമസ്കാരത്തിന് മസ്ജിദുകളിലേക്ക് പോകാൻ. ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ റമളാനിൻ്റെ ഈ എല്ലാ നന്മകളും നേടി പെരുന്നാൾ ദിവസം അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സമ്മാനം ഏറ്റുവാങ്ങി പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ടവരായ നിലയിൽ മടങ്ങിപ്പോവുക എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം കേട്ട് സന്തോഷത്തോടുകൂടി തിരിച്ചവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്നവരായി നാം എല്ലാവരും ആകാൻ ശ്രമിക്കണം. കൂട്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, പെരുന്നാൾ ദിവസം നമുക്ക് ഇഷ്ടാനുസരണം എന്തെങ്കിലുമെല്ലാം ചെയ്യാനുള്ള ദിവസമല്ല. അള്ളാഹുവിന് പൊരുത്തമായ കാര്യങ്ങൾ, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യങ്ങളിലും നാം ഇടപെടരുത്. പെരുന്നാൾ വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുന്നു പിശാച് വലവിരിച്ച്. റമളാനിൽ ഒന്നും ചെയ്ത് നമ്മളെ വഴിതെറ്റിക്കാൻ സാധിക്കാതിരുന്ന പിശാച് പെരുന്നാളിൻ്റെ അന്ന് വളരെ ഉത്സാഹത്തോടുകൂടി നമ്മളെ തെറ്റിക്കാൻ വേണ്ടി വലവരിച്ച് കാത്തിരിക്കും. പലതരത്തിലുള്ള മോശമായ കാര്യങ്ങളിൽ നമ്മളെ കൊണ്ടുപോയി ബന്ധപ്പെടുത്താൻ പെരുന്നാളിൻ്റെ ആഘോഷത്തിനിടയിൽ പലതും നമ്മൾ ചെയ്തു കൂട്ടും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യവും അന്ന് നമ്മളിൽ നിന്നും ഉണ്ടാകാതിരിക്കാൻ, നമ്മളുടെ കുടുംബത്തിലോ വീട്ടിലോ നമ്മളുമായി ബന്ധപ്പെടുന്നവരിലോ ഉണ്ടാകാതിരിക്കാൻ നാം എല്ലാവരും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുകയും റമളാനിൽ കിട്ടിയ അനുഗ്രഹങ്ങളെ സമയം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞ് അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരാകാതിരിക്കാൻ വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളും ശ്രമിക്കണം, ശ്രദ്ധിക്കണം, പ്രത്യേകം ഓർമ്മ വെക്കണം. അള്ളാഹുവിനോട് അവൻ്റെ അനുഗ്രഹങ്ങൾ ചോദിച്ച് പെരുന്നാൾ ദിവസവും അടുത്ത വർഷം വരെയും ജീവിതകാലം മുഴുവനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടാനും ഇനിയും ഇതുപോലത്തെ റമളാനും ഈ അനുഗ്രഹ ദിവസങ്ങളും സുദിനങ്ങളും സമയങ്ങളുമെല്ലാം നേടാനും നാം അള്ളാഹുവിനോട് ദുആ ചെയ്തവരായി കഴിഞ്ഞുകൂടണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, മുഴുവൻ മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവിധ ഖൈറ ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമളാനിൻ്റെ എല്ലാ പുണ്യങ്ങളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യത്തിൻ്റെ പേരിൽ ലൈലത്തുൽ ഖദ്റിൻ്റെ മഹത്വം നേടിയവരായി അവസാനത്തെ 10 നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന കോടിക്കണക്കായ അള്ളാഹുവിൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ പാപികളായ നമ്മളും ഉൾപ്പെടാനും അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്താനും റമളാനിൻ്റെ പൂർത്തീകരണത്തോടു കൂടി അള്ളാഹു നൽകുന്ന സമ്മാനങ്ങൾ ഏറ്റുവാങ്ങാനും ആ സമ്മാനങ്ങളും നേടി പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി പരിശുദ്ധരായി നമ്മളുടെ ജീവിതത്തെ ഒരു പ്രത്യേക തരത്തിൽ മാറ്റിയെടുത്ത് തന്നെ നമ്മളുടെ വരും ജീവിതം, ഭാവി ജീവിതം ആക്കി തീർക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവർക്കും അവൻ്റെ കരുണ കൊണ്ട് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടവർക്കും കേൾക്കുന്നവർക്കും പറഞ്ഞവർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറ ബറകാത്തുകളും നൽകി അനുഗ്രഹിക്കുകയും ഈ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു തആല അവൻ്റെ കരുണ കൊണ്ട് കബൂലാക്കുകയും സാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി നാളെ മഹ്ശറിൽ
മീസാനിൽ നന്മയുടെ ഭാരം കൂടുതലാകുന്നതായി അള്ളാഹു കബൂലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ